പ്രശാന്ത് കൃഷ്ണ തുടരുന്നുണ്ട്. പ്രശാന്ത്, ആനവണ്ടിയുടെ കാര്യം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് ഗണേഷ് കുമാർ അധികാരമേറ്റതിനു ശേഷം റെക്കോർഡ് വരുമാനം പ്രതിദിനം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഈ ശബരിമല സീസണിലൊക്കെ നമ്മൾ കണ്ടു. അത് മാത്രമല്ല, എപ്പോഴും KSRTC-യുമായി നമ്മൾ കേട്ടിരുന്ന ഏറ്റവും വലിയ പരാതി ജീവനക്കാർക്ക് അവരെടുക്കുന്ന ജോലിക്കുള്ള കൂലി കിട്ടുന്നില്ല. വളരെ വളരെ വൈകിയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിനും മാറ്റം വരുന്നു. 1-ാം തീയതി തന്നെ അവർക്ക് ശമ്പളം കിട്ടുകയാണ്. അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എടുത്തു പറയുകയും ചെയ്യുകയാണ് സർക്കാർ. തീർച്ചയായും ഈ സർക്കാർ വന്നതിന് ശേഷം 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അത് സർക്കാർ എത്ര രൂപയാണ് ഓരോ വർഷവും നൽകിയത് എന്ന് ധനമന്ത്രി വിവരിച്ചു. ഇതിനോടൊപ്പം തന്നെ KSRTC-ക്ക് ബസ് വാങ്ങാൻ 127 കോടി രൂപ അനുവദിച്ചു. അതുപോലെ തന്നെ ഡിപ്പോ നവീകരണത്തിന് 45 കോടി രൂപ അനുവദിച്ചു. അപ്പോൾ KSRTC-ക്ക് ഒപ്പമുണ്ട് എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഈ സർക്കാരിൻ്റെ സഹായം അത് KSRTC-ക്ക് ഉറപ്പാക്കി എന്ന് പറയുമ്പോൾ KSRTC-യെ ആശ്രയിച്ച് കഴിയുന്ന ജനവിഭാഗങ്ങളെ മാത്രമല്ല, KSRTC ആശ്രയിച്ചിരുന്ന KSRTC കുടുംബങ്ങളെ കൂടി കൂടെ നിർത്താനുള്ള ഒരു വലിയ ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ ഇന്നത്തെ ബജറ്റ് പ്രസംഗം തുടങ്ങിയപ്പോൾ കേന്ദ്ര വിമർശനം പറഞ്ഞാണ് ആര്യ തുടങ്ങുന്നത്. ഇത് പറയുമ്പോഴും കൃത്യമായി തന്നെ ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയം പറയാൻ ധനമന്ത്രി കൃത്യമായി ശ്രമിച്ചു. അതായത് ഇപ്പോൾ മതരാഷ്ട്രവാദികൾ തക്കം പാത്തിരിക്കുകയാണ് എന്ന വിഷയം ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ CPM കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ, മതരാഷ്ട്രവാദികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ അതിൽ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ വികസനവും ക്ഷേമവും മാത്രമല്ല രാഷ്ട്രീയവും എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ധനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് കാല ബജറ്റിനെ കേരള ജനതയ്ക്ക് മുൻപാകെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ആദ്യ ഭാഗത്ത് ഇതെല്ലാം കേന്ദ്ര വിമർശനങ്ങൾ, കേന്ദ്ര സാമ്പത്തികമായി ഞെരുക്കുന്ന വിഷയങ്ങൾ, 17,000 കോടി രൂപയുടെ വെട്ടിക്കുറവ് വരുത്തിയ വിഷയം, ഇതെല്ലാം പറയുമ്പോഴും ആദ്യം തുടക്കത്തിൽ തന്നെ പറയാൻ ഉദ്ദേശിച്ചത് ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് സർക്കാർ ഒരു പ്രഖ്യാപിച്ച പദ്ധതികളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഈ പ്രസംഗത്തിൻ്റെ ആദ്യം തന്നെ ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി അതിൻ്റെ അപേക്ഷ ക്ഷണിക്കൽ നടപടികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ആ തീരുമാനമെടുത്തത്. അപ്പോൾ അതിനുവേണ്ടി 3800 കൈവിട്ടില്ല എന്ന് മാത്രമല്ല, നമുക്ക് തന്നെ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. 1-ാം തീയതി KSRTC ജീവനക്കാർക്ക് ശമ്പളം കിട്ടുകയാണ്. KSRTC പല രീതിയിൽ വരുമാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, പുതിയ റൂട്ടുകൾ ആവിഷ്കരിക്കുന്നതിലാണെങ്കിലും ശരി, പുത്തൻ മോഡൽ ബസ്സുകൾ അവതരിപ്പിക്കുന്നതാണെങ്കിലും ശരി, പുതിയ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലാണെങ്കിലും ശരി, ആനവണ്ടി പ്രിയപ്പെട്ടതാകുന്നു, ജനപ്രിയമാകുന്നു. അതിനെ സർക്കാർ എങ്ങനെയാണ് ചേർത്ത് പിടിച്ചത് എന്നതുകൂടി ബജറ്റ് പ്രഖ്യാപനത്തിൽ നമ്മൾ കേട്ടു.